ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കാത്തിരിക്കുന്നവർക്ക് കൃപ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങൾ 33 അധ്യായം 18-19 വാക്യങ്ങൾ. യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ. കർത്താവിനെ കാത്തിരുന്ന ഏലിയാവ് ക്ഷാമത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. തുടക്കത്തിൽ കാക്കകൾ വന്ന് അവന് ഭക്ഷണം കൊണ്ടുകൊടുത്തു. തുടർന്ന് ഒരു വിധവ അവനെ അത്ഭുതകരമായി പോറ്റി. മൂന്നാമതായി ദൈവത്തിന്റെ ദൂതൻ അവനെ പോഷിപ്പിച്ചു. ദൈവത്തിന്റെ കൃപ എത്ര വലുതാണ്! വിശുദ്ധ അഗസ്റ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. വീണ്ടെടുക്കപ്പെട്ട നിമിഷം അവനൊരു വിശുദ്ധ ക്രിസ്ത്യൻ വിശുദ്ധനായി രൂപാന്തരപ്പെട്ടു. എല്ലാ ദിവസവും അതിരാവിലെ എഴുന്നേൽക്കുകയും ആ ദിവസത്തിനായി കൃപാവരത്തിനായി പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ കാൽക്കൽ കാത്തു നിൽക്കുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹം തെരുവിലൂടെ നടക്കുമ്പോൾ വളരെ നേരം പ്രാർത്ഥിച്ച ശേഷം അവനെ കാണുന്ന ആളുകൾ അവരുടെ പാപങ്ങളെക്കുറിച്ച് അനുതപിക്കുകയും അദ്ദേഹത്തോട് നിലവിളിക്കുകയും ചെയ്യും. തെരുവിലുള്ളവർ പോലും അദ്ദേഹത്തെ നോക്കിയാൽ രക്ഷ പ്രാപിക്കും. അത്രമാത്രം ദൈവകൃപ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ദൈവമേ, നിന്റെ ദയ എത്ര വിലയേറിയതാകുന്നു! അതിനാൽ മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകിൻ നിഴലിൽ ആശ്രയിക്കുന്നു എന്ന് തിരുവെഴുത്ത് സങ്കീർത്തനം 36 അധ്യായം 7 വാക്യത്തിൽ പറയപ്പെടുന്നു. അർഹതയില്ലാത്തവർക്കുള്ള ദൈവാനുഗ്രഹമാണ് കൃപ. അവന്റെ കൃപയ്ക്കായി കാത്തിരിക്കുന്ന നിമിഷങ്ങൾ ഒരിക്കലും പാഴാകുകയില്ല. ആ നിമിഷങ്ങളിൽ കർത്താവ് തന്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കുകയും നിങ്ങളോട് കൃപ കാണിക്കുകയും ചെയ്യും. നോഹ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ പ്രീതി കണ്ടെത്തിയതിനെ കുറിച്ച് നാം തിരുവെഴുത്തുകളിൽ വായിക്കുന്നു. ലോത്ത് ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തുന്നു. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരുടെ മേലുള്ള ദൈവകൃപയെക്കുറിച്ചും നമുക്ക് കാണാം. കാരണം അവരെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരുന്ന് കൃപ സ്വീകരിച്ചവരാണ്. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവനെ ഭയപ്പെടുന്നവരോടുള്ള അവന്റെ ദയ വളരെ വലുതാണെന്ന് സങ്കീർത്തനം 103 അധ്യായം 11 വാക്യത്തിൽ പറയപ്പെടുന്നു. അവന്റെ കാൽക്കൽ കാത്തു നിൽക്കുന്നവർക്ക് അതിരാവിലെ ദൈവം തന്റെ കൃപ മന്നയെപ്പോലെ ചൊരിയുന്നു. കർത്താവിന്റെ കരുണയാൽ നിങ്ങൾ നശിച്ചു പോകുന്നില്ല, കാരണം അവന്റെ അനുകമ്പകൾ പരാജയപ്പെടുന്നില്ല. അവ ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. നിങ്ങളുടെ വിശ്വസ്തത വലുതാണ് എന്ന് വിലാപങ്ങൾ 3 അധ്യായം 22-23 വാക്യങ്ങളിൽ പറയുന്നു. നിങ്ങൾ രാവിലെ കാത്തിരുന്ന് ആ ദിവസത്തേക്കുള്ള മന്ന ശേഖരിക്കണം, അല്ലെങ്കിൽ പകൽ ചൂടിൽ അത് ഉരുകിപ്പോകും. അതുപോലെ ദിവസത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ നിങ്ങൾക്ക് ദൈവകൃപ ലഭിച്ചില്ലെങ്കിൽ ആ ദിവസം മുഴുവൻ ക്ഷീണവും വിഷാദവും പരാജയവും നിങ്ങളെ പിടികൂടും. ദൈവമക്കളെ, നിങ്ങൾ വിജയികളാകാൻ ദൈവകൃപ വേണം. നിങ്ങളുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും കർത്താവിന്റെ പാദങ്ങളിൽ കാത്തിരുന്ന് കൃപ സ്വീകരിക്കുക. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യോഹന്നാൻ 1 അധ്യായം 16-17 വാക്യങ്ങൾ. അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ഹോശിയ 9 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ, വൈകുന്നേരം വെളിപ്പാട് 3 അധ്യായം. ആമേൻ.